പക്ഷെ നെയ്മർ വീണ സമയത്ത് അതങ്ങ് ശബ്ദമേ ഇല്ലാതായ ഒരു 3 സെന്റിമീറ്ററോ മറ്റോ മാറിയിരുന്നെങ്കിലും നെയ്മർ ഒന്നുമില്ല, നട്ടലൊക്കെ തകർന്ന് പോകുന്നില്ല. അന്ന് നമ്മളെവിടെ നിന്ന് ടി വി കാണുമ്പോൾ ആദ്യം നെയ്മറുടെ അഭിനയമാണ്, അങ്ങനെ നെയ്മർക്കെതിരെയുള്ള വലിയൊരു ആരോപണം. അതിന്റെ പിറ്റേ ദിവസമൊക്കെ ബ്രസീലിലെ മാധ്യമങ്ങളിലൊക്കെ വേറെ മറ്റൊരു വാർത്തയും ഇല്ലാത്ത രീതിയിൽ ഒരു ദേശീയ ദുരന്തം സംഭവിച്ചതുപോലുള്ള തുടരെ 3 ഗോളുകൾ. ആദ്യ ഗോൾ വീഴുമ്പോഴൊന്നും ബ്രസീലിൽ അവരെ ദേശീയത്തില്ല എന്ത് എന്നുള്ള മറ്റുള്ള ഇതാണ്. അതിന്റെ റീപ്ലേ ആണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് പിന്നീടുള്ള 2 ഗോളുകൾ 5 മിനിറ്റിലെല്ലാം കഴിഞ്ഞു. അതെ, ഭയങ്കരമായിട്ടുള്ള ഒരു വയലൻസിലേക്ക് സ്റ്റേഡിയം പോയി. ശരിക്കും പറഞ്ഞാൽ അന്ന് ആണ് ബ്രസീലിൽ പോയിട്ട് മീഡിയ പേടിച്ചിരിക്കേണ്ടി വന്ന ഒരവസ്ഥ. കാര്യം സ്റ്റേഡിയം ഒരു കലാപത്തിലേക്ക് പോകുമോ എന്നുള്ളത്. അർജന്റീന ലയണൽ മെസ്സി മാരക്കാനയിൽ വേൾഡ് കപ്പ് പഠിക്കുന്ന വലിയ 113 മിനിറ്റിലാണ് ഗോഡ്സയുടെ വെടി പോലെയായിരുന്നു. ഗാന്ധിജിയുടെ നെഞ്ചിലേറ്റ ഗോഡ്സയുടെ വെടി പോലെയായിരുന്നു അർജന്റീനയുടെ നെഞ്ചിലേക്ക് വന്നത്. ആ മെസ്സി ഇങ്ങനെ വേൾഡ് കപ്പിന്റെ സൈഡിലൂടെ ടൂർണമെന്റിന്റെ മികച്ച താരത്തിനുള്ള ട്രോഫി വാങ്ങാൻ പോകുന്ന ഒരു ഇമേജ് ഉണ്ട്. അത് പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടാണ്. ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് കരയുകയായിരുന്നു. ശരിക്കും സുവാരസ് എല്ലാ വേൾഡ് കപ്പിലും അങ്ങനെ ഒരു വളരെ ഒരു വിവാദങ്ങളിലൂടെ വരുന്ന ഒരാളാണ്. നല്ല പ്ലെയർ ആണെങ്കിലും പ്രശസ്തിയേക്കാൾ കുപ്രസിദ്ധിയാണ്. മലയാളികൾ ശരിക്കും ആ കടി നന്നായിട്ട് ആഘോഷിച്ചു. അതെ അതെ, ചായയും 2 സുവാരസ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മളതാക്കി മാറ്റിക്കളഞ്ഞത്. ഫുട്ബോൾ ഉണ്ടുറങ്ങി കഴിയുന്ന ഒരു നാടാണ് ബ്രസീൽ. ഈ ബ്രസീലിലേക്ക് ഒരു ലോകകപ്പ് വരുന്നു, ആ ലോകകപ്പ് കാണാൻ പോകുന്നു. ഇത് കാണാൻ പോകുക മാത്രമല്ല, അത് എല്ലാ ഇന്ത്യക്കാരെല്ലാം പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം അനുഭവിച്ച ഒരാളാണ്. അതിന് പുറമെ ആ കളി മലയാളികൾക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാളെ കൂടിയാണ് മാതൃഭൂമിയുടെ ന്യൂസ് എഡിറ്ററായിട്ടുള്ള ആർ ഗിരീഷ് കുമാർ. എങ്ങനെയായിരുന്നു ആ അനുഭവം? കാരണം 1950 ശേഷം 2ാം തവണയാണ് ബ്രസീൽ ലോകകപ്പിന് ആതിഥേയത്വം വയ്ക്കുന്നത്. ശരിക്കും ഫുട്ബോൾ ബ്രസീലിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ലോകകപ്പിന് പോയൊരു അനുഭവം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു അവസരം തന്ന നമ്മുടെ സ്ഥാപനത്തിനോടാണ് നന്ദി പറയേണ്ട. കാര്യം 1986 വേൾഡ് കപ്പാണ് നമ്മൾ കേരളത്തിൽ മറ്റുള്ള എല്ലാവരെയും പോലെ ഞാനും ആദ്യമായിട്ട് ടി വിയിലൂടെ കാണുന്നത്. അപ്പോൾ ആ വേൾഡ് കപ്പ് മെക്സിക്കോയിലാണ് നടന്നത്. ഇപ്പോൾ ഈ തവണ വേൾഡ് കപ്പിൻ്റെ പല മത്സരങ്ങളും നടക്കുന്ന ആസ്തക് സ്റ്റേഡിയത്തിലൊക്കെ ആയിരുന്നു അന്നത്തെ വേൾഡ് കപ്പ്. അപ്പം അന്ന് മുതൽക്കാണ്, അതായത് നമ്മളെയൊക്കെ ജീവിതത്തിൽ ആദ്യമായി സ്വാധീനിച്ച ഒരു ഗെയിം എന്ന് പറയുന്നത് ഫുട്ബോളാണ്. ആ ഒരു സ്വപ്നം, ലോകകപ്പ് എന്ന് പറയുന്ന സ്വപ്നം, ഇന്ത്യ ഒരു ടീമായി കളിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഇല്ല എങ്കിൽ കൂടിയും, പക്ഷെ ലോകകപ്പ് നമുക്ക് എല്ലാ 4 വർഷവും ഒരു ഉത്സവമായ നമ്മുടെ ബാല്യകൗമാരങ്ങളെയൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ ഇക്കാലത്തിനിടെയുള്ള ജീവിതത്തെയൊക്കെ സ്വാധീനിച്ച ഒരു ആഗോള സംഭവമാണ്. മറ്റേത് കായികമേളയ്ക്കും അപ്പുറം ലോകകപ്പ് ഫുട്ബോളിന് എൻ്റെയൊക്കെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം നേരിട്ട് അതിന് സാക്ഷിയാവുക എന്നുള്ളൊരു ഭാഗ്യമാണ് 2014 എനിക്ക് ലഭിച്ചത്. ബ്രസീലിൽ നടന്ന ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യാനായി മാതൃഭൂമി എന്നെ നിയോഗിച്ചു. ബ്രസീലിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മളുടെയൊക്കെ ഒരു സങ്കല്പം ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ഒരു ഈറ്റില്ലം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ എവിടെ നോക്കിയാലും ഒരു ഫുട്ബോളിൻ്റെ സ്വാധീനമുള്ള ഒരു നാടായിട്ടാണ് നമ്മൾ ബ്രസീലിനെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ 4ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പീലെ എന്നൊക്കെ പഠിച്ച പെലെയെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുള്ള, അങ്ങനെ നമ്മുടെ ചെറുപ്പം തൊട്ടേ നമ്മളുടെ മനസ്സിൽ ഉരുണ്ടുകൂടിയ അല്ലെങ്കിൽ ആ ഉറച്ചുപോയ ഒരു ബോധ്യമാണ് ബ്രസീൽ ലോകകപ്പിന് പോകുമ്പോൾ നമ്മൾ ആദ്യം അവിടെ ചെന്നത് സാവോ പോളോയിലാണ് ചെന്നത്. എന്നാൽ അവിടെ ഉദ്ഘാടന മത്സരം റിയോയിലായിരുന്നു, പക്ഷേ ഉദ്ഘാടന മത്സരം സാവോ പോളോയിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സാവോ പോളോയിലേക്കാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നിട്ട് നമ്മൾ ആദ്യം പോയത് സാൻഡോസ് എന്ന് പറയുന്ന നഗരത്തിലേക്കാണ്. അപ്പോൾ ഈ ബ്രസീലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എവിടെ ചെന്നാലും അതിനൊരു ഫുട്ബോളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സാൻഡോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെയൊക്കെ സൂപ്പർ താരം നെയ്മറുടെ നാടാണ്. സാൻഡോസിൽ നിന്ന് വളരെ അടുത്താണ് പെലെയുടെ ജന്മനാട്. നമ്മുടെ ഇവിടെ നിന്നൊരു ജങ്കാറൊക്കെ കയറി ഒരു പുഴ കടന്ന് അപ്പുറം ചെല്ലുമ്പോഴാണ് പെലെയുടെ. പക്ഷേ പെലെയൊന്നും കാണാൻ സാധിച്ചില്ല, അദ്ദേഹം ഒരു വിശ്വപൗരനായതുകൊണ്ട് യാത്രകളിലായിരുന്നു. ആ ലോകകപ്പിൻ്റെ സമയത്ത് മിക്കവാറും സമയത്ത് പെലെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രസീലിൽ എവിടെ ചെന്നാലും ഒരു ഫുട്ബോളാണ്. നമ്മളിപ്പോൾ റിയോയിൽ ചെന്നപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലത്തിനടുത്താണ് റൊമാരിയോയൊക്കെ വളർന്ന ഫവേല എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് എല്ലാ മാരക്കാന സ്റ്റേഡിയം, നമുക്ക് ഓരോ പാദം നമ്മൾ വയ്ക്കുമ്പോഴും ഫുട്ബോളിൻ്റെ ഒരു താൾ നമ്മൾ മറിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഫുട്ബോൾ ചരിത്രത്തിൻ്റെ ഒരു താൾ മറിക്കുന്നത് പോലൊരു അനുഭവമാണ്.
അപ്പം അങ്ങനെ ഒരു വലിയ അനുഭവ ലോകമാണ്. പിന്നെ ആ ലോകകപ്പ് ഭയങ്കരമായ ഒരു സംഭവബഹുലമായ ഒരു ലോകകപ്പായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് കളിയിലേക്ക് വരുമ്പോൾ സംസാരിക്കാമെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ഇങ്ങനെ ഈ തുടക്കം മുതൽക്ക് തന്നെ നമുക്ക് ആ ഒരു ആത്മവിശ്വാസം തന്ന ഒട്ടേറെ ഘടകങ്ങൾ നമുക്ക് ഈ വായിച്ചും അല്ലാതെയും ഒക്കെ ഈ ബ്രസീൽ ഫുട്ബോളിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത്. കാര്യം വെച്ചാൽ ബ്രസീലിൻ്റെ ഫുട്ബോൾ ചരിത്രം അത്രത്തോളം ലോകത്തിന് മുന്നിൽ തുറന്ന ഒരു പുസ്തകം പോലെയാണ്. ശരിക്കും ബ്രസീലിൻ്റെ എതിരാളികൾക്ക് പോലും അർജന്റീന ആരാധകരും ബ്രസീൽ ആരാധകരും തമ്മിൽ വലിയ ഏറ്റുമുട്ടലാണ് ലോകകപ്പിൻ്റെ സമയത്ത്. പക്ഷേ അർജന്റീന ആരാധകർ പോലും സമ്മതിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഫുട്ബോൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ബ്രസീൽ എന്ന് പറയുന്നത്. സാധാരണ അവിടെ പബ്ലിക്കിൻ്റെ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു ഒന്ന് ചെന്നിറങ്ങുമ്പോൾ? ബ്രസീലിൽ നമ്മൾ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് ബ്രസീലിനെ ശരിക്കും നമ്മൾ ബ്രസീലിലൂടെ നമ്മളൊരു കുറച്ച് ദിവസം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന പോലെ തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മളുടെ അതേപോലത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെയാണ് ഏറെക്കുറെ ബ്രസീലിലെ പല ഭാഗങ്ങളും. ഇപ്പോൾ പ്രത്യേകിച്ച് സാവപ്പോളോ, റിയോ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ, റിയോ ഡി ജനീറോ ഒക്കെ. അപ്പോൾ നമുക്കങ്ങനെ ഒരു അപരിചിതത്വം തോന്നില്ല. പക്ഷെ നമ്മളെക്കാൾ അതിനെ ഒരു കടത്തി നിൽക്കുന്നൊരു സംഭവം അവിടെ ഒരു ഫുട്ബോളിനോടുള്ള ഒരിതാണ്. എന്നുവെച്ചാൽ ഏത് കോർണറിലും ഒരു ഫൈവ്സ് കളിക്കുന്ന ഒരു ടീമിനെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. കുട്ടികളാണെങ്കിലും ഒക്കെ ഇങ്ങനെ പന്ത് തട്ടി നടക്കുന്ന ഈ സ്ട്രീറ്റ് ഫുട്ബോളും വളരെ അതെ തീർച്ചയായും. ഈ ഫൈവ്സ് എന്ന് പറയുന്ന വലിയ ഗ്രൗണ്ടുകളോ വലിയ മൈതാനങ്ങളോ അല്ല, ചില ജംഗ്ഷനുകളിലേക്ക് ആ കോർണറിലൊക്കെ ചെറിയ പന്ത് തട്ടുന്ന ഇതാണ്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ലെഗസിയുള്ള മ്യൂസിയങ്ങൾ. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്ന സമയത്താണ് അവിടെ ഒരു തുറമുഖത്തെ ഒരു ഒഴിഞ്ഞ ആ തുറമുഖം ഉപേക്ഷിക്കപ്പെട്ട തുറമുഖമാണ് സാൻഡോസിൽ. ആ തുറമുഖത്തിൽ ഒരു വലിയ ഒരു ഗോഡൗൺ പോലത്തെ ഒരു പെലെയുടെ മ്യൂസിയമാക്കി മാറ്റി. അത് ഈ വേൾഡ് കപ്പിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ ആ മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോലും പെലെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സർക്കാർ ഈ ഫുട്ബോളിൻ്റെ ലെഗസി ഇങ്ങനെ നിലനിർത്താനും അതൊരു ടൂറിസം പോലെ അവിടെ ബ്രസീലിലേക്ക് ആളുകൾ വരുന്നത് കൂടുതലും ഈ ഫുട്ബോളിനെ കുറിച്ചുള്ള അവരുടെ ഈ സ്വപ്നങ്ങളും പേറിയായിരിക്കും എന്നുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന. പെലെയുടെ വീട്ടിൽ പോകാൻ സാധിച്ചിരുന്നു? പെലെയുടെ ജന്മനാട്ടിൽ പോയി ഇപ്പോഴും അവിടെ ആൾക്കാരും താമസിക്കുന്ന വീടാണോ അല്ലെങ്കിൽ അത് മ്യൂസിയമായിട്ട് വെച്ചിരിക്കുന്നത്? ഒരു വലിയ ബംഗ്ലാവാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്തെത്താനായിട്ടുള്ള കാര്യം അവിടെ അങ്ങോട്ട് ആക്സസ് ഇല്ലായിരുന്നു ആ സമയത്ത് ആർക്കും. പെലെ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ പോകാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഈ ഫുട്ബോൾ താരങ്ങളോടുള്ള ഒരുപക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്കിപ്പോൾ സാധാരണ നമ്മളിങ്ങനെ നടന്ന് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആളുകളോടുള്ള ഫുട്ബോൾ വിശേഷങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഇപ്പോൾ ടാക്സി ഡ്രൈവേഴ്സ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അവർക്ക് പെലെയേക്കാൾ ചിലപ്പോൾ ആരാധന ഗാരിഞ്ചയോടോ അല്ലെങ്കിൽ ദീദിയോടോ പഴയ കളിക്കാരുടെ കഥകൾ പറയുന്നുണ്ടാവും. പെലെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ പറയുന്ന കളിയെ മാർക്കറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരു ഫുട്ബോളിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയ അവരുടെ ഒരു സൂപ്പർ താരമാണ്. ആ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഗാരിഞ്ചിയാണോ പെലെയാണോ ഏറ്റവും വലിയ താരം. പക്ഷെ അവരുടെ നാട്ടുകാരോട് ഒട്ടി നിൽക്കുന്ന അവരുടെ ഈ നമ്മൾക്കിപ്പോൾ കളിയിൽ നമ്മൾ പറയുന്ന നമ്മുടെ ചില ഇഷ്ടങ്ങൾ വരുമല്ലോ, അങ്ങനെയുള്ള ആളുകൾ അതൊരു അരാജകത്വം അങ്ങനത്തെ പല ഘടകങ്ങൾ കൂടിച്ചേരുന്ന ഒരു ബ്രസീലിൻ്റെ ഒരു തനത് ആയ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഗാരിഞ്ചയോടായിരിക്കും ഇഷ്ടം. കാരണം ഗാരിഞ്ച ശരിക്കും അരാജകത്വത്തിന്റെ ഒരു മൂർത്തിവത് ഭാവമാണ്. എല്ലാ അതിന്റെ സത്തെല്ലാം ചേർന്നിരിക്കുന്ന ഒരാളാണ്. പെലെ റിഫൈൻഡ് കളിക്കാരനാണല്ലോ. അതെ തീർച്ചയായും. ഞങ്ങൾ ഗാരിഞ്ചയുടെ നാട്ടിൽ പോയിരുന്നു. ഞാൻ പറയുന്നത് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒപ്പം കൂടിയ സുഹൃത്തുക്കളോടെ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഗാരിഞ്ചയുടെ നാട്ടിലും പോയിരുന്നു. ഗാരിഞ്ചയുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു സാധാരണ ഒരു അന്തരീക്ഷമാണ്. പക്ഷെ പെലെയുടേതിനേക്കാൾ തീർത്തും വിഭിന്നമായ ഒരു അന്തരീക്ഷമാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഗാരിഞ്ചയുടെ വീട് ലേലത്തിന് വയ്ക്കുകയോ അങ്ങനെ എന്തൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന അവസ്ഥയിലാണ് തീർച്ചയായും. അത് വളരെ നേരത്തെ മരിച്ചുപോയ ഒരാളാണ്. പക്ഷെ അവിടെ പല ആളുകളും അതുകൊണ്ട് തന്നെ പെലെയെ വിലമതിക്കുന്നുണ്ട്. കാര്യം എങ്ങനെയാണ് ഈ കളിയെയും അല്ലെങ്കിൽ ഈ കളിയിലൂടെ ഉണ്ടാക്കിയ സാമ്പത്തികമായോ അല്ലാതെ ഉണ്ടാക്കിയ ആ അഭിവൃദ്ധിയെ കൃത്യമായി നയിക്കുകയും ചെയ്തത് എന്നുള്ളൊരു ബഹുമാനം അവർക്ക് പെലെയോടുള്ളതുള്ള ഒരു വില കൂടിയ ബഹുമാനമാണെങ്കിൽ ഗാരിഞ്ചയോടുള്ളത് വളരെ സ്വന്തം എന്നുള്ളൊരു ഇഷ്ടം നമ്മുടെ സ്വന്തം നമുക്ക് മനസ്സിലായി. ഈ ഫാൻസ് തമ്മിൽ അവിടെ ഒരു ഏറ്റുമുട്ടലുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്, കൊറിന്ത്യൻസ് പോലുള്ള ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ സാവപ്പോളോ കൊറിന്ത്യൻസിൻ്റെ ഏരിയ സ്ഥലമാണെങ്കിൽ അങ്ങനെയുള്ള ക്ലബ്ബ് റൈവലറി ഉണ്ട് അവിടെ. പക്ഷേ ലോകകപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു ഫുട്ബോളിൻ്റെ നടക്കുമ്പോൾ ഒരു ഫുട്ബോൾ മാത്രമാണ് അവിടെയുള്ള ഒരു അന്തരീക്ഷം. ഞാൻ അവിടെ ഒരു ബ്രസീൽ ഫാമിലിയുടെ കൂടെ പോയിരുന്നിട്ട് ബ്രസീലും മെക്സിക്കോയുമായിട്ടുള്ള കളിയുണ്ട്. അപ്പോൾ ആ മത്സരം നടക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും, അപ്പൂപ്പനമ്മ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ പ്രായമാണ്. കാര്യം അവരുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഫാമിലി ലൈഫിലേക്ക് കടക്കുന്ന ഒരു രീതിയാണ് ബ്രസീലിൽ. അപ്പം ഈ അപ്പൂപ്പൻ, അമ്മൂമ്മ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവരും കൂടെ
ഭക്ഷണമൊക്കെ റെഡിയാക്കി അത്യാവശ്യം ബിയറൊക്കെ വാങ്ങി വെച്ച് അങ്ങനെ ഇരുന്നിട്ട് കളി കാണുന്നത്. അപ്പം ഇങ്ങനെ ഈ കളിയുടെ ഇടയിൽ ചിലപ്പോൾ ഇവർ ഭയങ്കരമായി ആക്രോശിക്കുന്നത്, അപ്പൂപ്പനെ നേരെ കൊച്ചുമോൻ ആക്രോശിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കൊച്ചുമോൻ ബിൽ ബച്ചൻ എന്ന് പറയുന്ന നമ്മുടെ അയാളൊരു അമിതാഭ് ബച്ചൻ്റെ ഒരു ഫാൻ ആയതുകൊണ്ട് അയാളുടെ പേരിനോട് സർനെയിമായിട്ട് ബച്ചൻ അയാൾ ചേർത്തതാണ്. അപ്പോൾ ഈ വില്ലിനോട് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ കളി കാണുമ്പോൾ ഞങ്ങൾ ഗാലറിയിൽ ഇരിക്കുന്നവരാണ്, അടുത്തിരിക്കുന്നത് അപ്പൂപ്പനാണെന്നൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ അത്രയും മുഴുകിയിട്ടാണ് ഇവർ കളി കാണുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് മെക്സിക്കോ 1-2 നല്ല നീക്കങ്ങൾ നടത്തിയപ്പോൾ ഞാൻ അതിന് കൈയടിച്ചപ്പോൾ ഇവരെല്ലാവരും കൂടെ എനിക്ക് നേരെ തിരിഞ്ഞു. എന്ന് വെച്ചാൽ അവരുടെ ഒരു ഇപ്പം ശരിക്കും വേൾഡ് കപ്പിലൊക്കെ ആ സമയത്ത് ബ്രസീലിൻ്റെ കളി നടക്കുന്ന ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം സർക്കാർ ഓഫീസുകളോ സ്കൂളുകളോ ഒന്നും പ്രവർത്തിച്ചിരുന്നില്ല. അപ്പോൾ എല്ലാ വീടുകളും ഒരു സ്റ്റേഡിയമായി മാറും, അല്ല ഒരു ഗാലറി ആയി മാറും. അത്രയും വലിയ പ്രതീക്ഷയിലാണ് ആളുകൾ. അപ്പോൾ ആ ബ്രസീൽ ടീമിന് വലിയ സമ്മർദ്ദമായിരിക്കില്ലേ സ്വാഭാവികമായിട്ട്? തീർച്ചയായും ആ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദമാണെന്ന് തോന്നുന്നു ഇടയ്ക്കാൽ കൊളംബിയ ആയിട്ടുള്ള മത്സരത്തിനിടയിൽ നെയ്മർ തുടക്കം മുതൽ അതിലൊരു ഒരു സംശയാലുവിനെ പോലെയാണ് ആ ടൂർണമെൻറ്റിൽ തുടക്കം മുതൽ കളിച്ചത്. പക്ഷേ ആ കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ അയാൾ പരിക്കേൽക്കുകയും അത് വളരെ ഗുരുതരമായ പരിക്കാവുകയും. അതൊരു വലിയ സംഭവം. കാരണം ആ ലോകകപ്പ് എടുത്താൽ നമ്മൾ എപ്പോഴും ഇന്നും ഓർമ്മിക്കുന്ന 1-2 സംഗതികളിൽ സംഭവങ്ങളിൽ ഒന്ന് നെയ്മറിന്റെ പരിക്ക. അത് ആ കളി കണ്ടിരുന്നില്ല. ഞാൻ ആ കളി കണ്ടതാണ്. നെയ്മർ ഉരുളുമ്പോൾ തന്നെ നമുക്കത് ഏറെക്കുറെ ബോധ്യമായിരുന്നു, അയാൾക്കൊരു വേൾഡ് കപ്പ് റൂൾ ഔട്ട് ആകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷെ അന്ന് അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ബ്രസീലിലെ മാധ്യമങ്ങളിലൊക്കെ വേറെ മറ്റൊരു വാർത്തയും ഇല്ലാത്ത രീതിയിൽ കാര്യം ഒരു ദേശീയ ദുരന്തം സംഭവിച്ചതുപോലുള്ള ക്രൂരമായൊരു ഫൗളായിരുന്നു അത്. മുട്ടുകൊണ്ടിടിച്ച് വീഴ്ത്തുകയായിരുന്നത്. അപ്പോൾ കൊളംബിയ ഭയങ്കരമായ പരിക്കൻ കളിയായിരുന്നു ആ ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെച്ചത്. അപ്പോൾ അതിനൊരു ഇരയായിട്ട് നെയ്മർ മാറി എന്നുള്ളതാണ്. അന്ന് പറഞ്ഞു ഒരു 3 സെന്റിമീറ്ററോ മറ്റോ മാറിയിരുന്നെങ്കിലും നെയ്മർ ഒന്നില്ല, നട്ടലൊക്കെ തകർന്ന് പോകുന്നില്ല. അന്ന് നമ്മളിവിടെ നിന്ന് TV കാണുമ്പോൾ ആദ്യം നെയ്മറിന്റെ അഭിനയമാണ്. അങ്ങനെ നെയ്മർക്കെതിരെയുള്ള വലിയൊരു ആരോപണം കിടന്ന് ഉരുളിൽ നെയ്മറിന്റെ കുറേ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും ആദ്യം വിചാരിച്ചു. പിന്നീടാണ് അതിന്റെ ഗൗരവവും അതിന് ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ശരിക്കും? പക്ഷേ വെച്ചാൽ ആളുകൾ ഭയങ്കരമായിട്ട് ഒരു സൈലൻസിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ബ്രസീലിൽ ഞാൻ കണ്ടൊരു കാര്യം വെച്ചാൽ ബ്രസീലിൽ വേൾഡ് കപ്പ് സ്റ്റേഡിയങ്ങളിൽ പൊതുവെ എല്ലാ ടീമുകൾക്കും ആന്തങ്ങളുണ്ടാവും, ഫുട്ബോൾ ഗാനങ്ങളുണ്ടാവും. അപ്പോൾ ഈ തുടക്കം മുതൽ തന്നെ ബ്രസീലിലാകുമ്പോൾ ബ്രസീലിൻ്റെ പാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, എതിരാളികളുടെ പാട്ടിനൊന്നും ശബ്ദം ഉണ്ടാവില്ല. അപ്പം ഈ ഗാനം ഇങ്ങനെ എല്ലാ സ്റ്റേഡിയത്തിലുള്ള 70,000 പേരാണെങ്കിൽ ആ 70,000 പേരുടെയും തൊണ്ടയിൽ നിന്ന് ഈ പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ആരവത്തിനിടയിലാണ് ഇരിക്കുന്നത്. പക്ഷെ നെയ്മർ വീണ സമയത്ത് അതങ്ങ് ശബ്ദമേ ഇല്ലാതായി ഒരു ഭയങ്കരമായ സൈലൻസിലേക്ക് പോയി എന്നുള്ള കാര്യം. എന്തോ ഒരു അപകടം സംഭവിച്ചു എന്ന് അവർക്കൊക്കെ ബോധ്യമായി. അപ്പം ആ മത്സരം ബ്രസീൽ ജയിച്ചെങ്കിലും പക്ഷെ വരാനിരുന്ന സെമി ഫൈനലിൽ അത് ശരിക്കും നെയ്മറിന്റെ ഒരു അഭാവമാണ്. സെമി ഫൈനലിൽ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്തൊരു നാണക്കേട ബ്രസീൽ ഉണ്ടായിരിക്കും. അവരുടെ ഏറ്റവും വലിയ തോൽവി അല്ലേ, ലോകകപ്പിലെ ഏറ്റവും വലിയ തോൽവിയല്ലേ അത്? നമുക്കത് അവിശ്വസനീയമായിരുന്നു. 7 ഗോൾ ജർമ്മനി ഇങ്ങനെ അടിച്ചു കൂട്ടുന്ന സമയത്ത് ഇത് കളി തന്നെയാണോ അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുകയാണോ അല്ലെ ഒരു പേടി സ്വപ്നമൊക്കെ പോലെയായിരുന്നു നമുക്ക്. അത് ആ കളി കണ്ടിരുന്നു. ബെലോ ഹൊറിസോണ്ടയിലായിരുന്നു ആ കളി. ബെലോ ഹൊറിസോണ്ടയിൽ സെമി ഫൈനലുകളിൽ ഒന്ന് സാവോപോളോയിലും ഒന്ന് ബെലോ ഹൊറിസോണ്ടയിലായിരുന്നു എന്നാണ് തോന്നുന്നത്. ബെലോ ഹൊറിസോണ്ടയിലായിരുന്നു ബ്രസീലിൻ്റെ കളി. അപ്പോൾ നമ്മൾ ബ്രസീലിൻ്റെ കളി കാണുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഈ ഗാലറിയിലുള്ള കളിയേക്കാളും ലോകകപ്പിന് പോകുമ്പോൾ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയത്തിന് പുറത്താണ്. ആ നാട് മുഴുവൻ ഉണ്ടാവും. നമുക്ക് മിസ്സായി പോകുന്ന കാഴ്ചകൾ ശരിക്കും സ്റ്റേഡിയത്തിന് പുറത്താണ്. അപ്പം നമ്മളിങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ സ്റ്റേഡിയത്തിലേക്ക്. പക്ഷെ നമ്മൾ നടന്നു തന്നെയാണ് പോകുന്നത്. നടന്നു പോകുമ്പോൾ 2 സൈഡിലും ബ്രസീൽ സെമിയിലെത്തിയിരിക്കുന്നു. ഇനി ഒരു മത്സരം ജയിച്ചാൽ ഫൈനലായി, കപ്പായി, നാട്ടിൽ കപ്പടിക്കുന്നു. നെയ്മർ ഇല്ലെങ്കിൽ കൂടി പ്രതീക്ഷകൾ വളരെ ഉയരത്തിലാണ്. അപ്പം ഇത് 2 സൈഡും മഞ്ഞ തോരണങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന പോലെ തോരണങ്ങളും അതുപോലെ ആളുകൾ ഭയങ്കരമായി ഉല്ലസിക്കുന്നു. വീട്ടുമുറ്റത്തൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ കടകളുടെ മുറ്റത്തിരിക്കുന്നു. ആഘോഷമാണ്, പാട്ട്, ബഹളം, കൂത്ത് ഒക്കെ ആയിട്ട് ആഘോഷമാണ്. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴി നമുക്കറിയാം. അപ്പം ജർമ്മനിയുടെ ആരാധകർ വളരെ കുറച്ചുണ്ടെങ്കിൽ അവർ വളരെ സൈലൻ്റ് ആയിട്ട് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു. പക്ഷെ ബ്രസീലുകാർ അതല്ല, കുഞ്ഞുകുട്ടികളായിട്ട് ഇങ്ങനെ ജയം ഉറപ്പിച്ചു പോവുകയാണ്. സ്വന്തം നാട്ടിൽ നടക്കുന്ന മത്സരമാണല്ലോ. അപ്പോൾ അതിൽ മീഡിയ സെൻറ്ററിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു നേരിയ പ്ലാസ്റ്റിക് കയർ കൊണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ, ഗാലറിയുമായിട്ടുള്ളൊരു വ്യത്യാസം. അങ്ങനെ ഒരു കയർ കൊണ്ട് തിരിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സെമി ഫൈനലും ഫൈനലും ആകുമ്പോൾ കൂടുതൽ മാധ്യമപ്രവർത്തകരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി അവർ കുറച്ചുകൂടെ മീഡിയ റൂം വലുതാക്കും. അത്രേ സൗകര്യമുള്ളൂ. കളി കണ്ടിട്ടുണ്ടാവും. അത് തുടക്കം തൊട്ടേ ജർമ്മനി ആക്രമിക്കുന്നു. തുടരെ 3 ഗോളുകൾ വീഴും. ആദ്യ ഗോൾ വീഴുമ്പോഴൊന്നും ബ്രസീലിൽ അവരെ ദേശീയത്തില്ല, ഇതൊക്കെ എന്ത് എന്നുള്ള മട്ടിലുള്ള ഇതാണ്.
പക്ഷെ അതിൻ്റെ റീപ്ലേ ആണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് പിന്നീടുള്ള 2 ഗോളുകളും. 5 മിനിറ്റിലെല്ലാം കഴിഞ്ഞു. അതെ, ശരിക്കും കഴിഞ്ഞു കളി. അപ്പോഴത്തേക്ക് ഭയങ്കരമായ ആളുകൾ അജിറ്റേറ്റഡ് ആകാൻ തുടങ്ങി. ഭയങ്കരമായിട്ടുള്ള ഒരു വയലൻസിലേക്ക് സ്റ്റേഡിയം വന്നു. പെട്ടെന്ന് പോലീസുകാരെല്ലാം വന്നു, അവരെല്ലാം പല സ്ഥലത്തായിട്ട് ഇങ്ങനെ നിലയുറപ്പിച്ചു. അപ്പം നമ്മളൊക്കെ ഇരുന്ന ആ ഒരു റോയുടെ തൊട്ടപ്പുറത്ത് ഗാലറി, അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പോർച്ചുഗൽ ഭാഷയിൽ ആക്രോശിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്കൊരു കവറെ പോലെ പോലീസുകാർ വന്നിരുന്നു. അപ്പം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് ആണ് ബ്രസീലിൽ പോയിട്ട് മീഡിയ റൂമിൽ പേടിച്ചിരിക്കേണ്ടി വന്നൊരവസ്ഥ. കാര്യം സ്റ്റേഡിയം ഒരു കലാപത്തിലേക്ക് പോകുമോ എന്നുള്ള സംഭവിച്ചതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ജർമ്മൻ ആരാധകർ പോലും പിന്നെ ശബ്ദം ഉണ്ടാക്കിയില്ല എന്നുള്ളത്. ആ കളി 7-1 സ്കോറിങ് അവസാനിച്ചത് ഒരുപക്ഷെ അങ്ങനെ ഒരു സൂചന ജർമ്മൻ ടീമിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് ഹാഫിന് ഉള്ള കളി പോലെ അല്ല സെക്കൻഡ് ഹാഫിൽ ജർമ്മനി കളിച്ചത്. ജർമ്മനി വളരെ ഒരു മിഡിൽ ഒതുങ്ങി നിന്ന് കളിക്കുകയും ശരിക്കും അതിലും വലിയൊരു തോൽവി ആവുമായിരുന്നു. അല്ല, അതിൽ വലിയ തോൽവി ആകാതിരുന്നത് ചിലപ്പോൾ അതുകൊണ്ടാവാൻ ആകണമെന്നില്ല. പക്ഷെ എങ്കിലും നമ്മളുടെ ഒരു ആ സ്റ്റേഡിയത്തിൽ ശരിക്കും ബ്രസീൽ അർഹിച്ചിരുന്നില്ലല്ലോ. ടൂർണമെന്റിൽ ഉടനീളം നന്നായിട്ട് കളിച്ചു. അത് ഈ നെയ്മറിന്റെ പരിക്കായിരിക്കും ഒരു കാരണമായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഡിഫൻസിൽ ഡേവിഡ് ലൂയിസ് ആണ് ആ ടീമിനെ അന്ന് നയിച്ചത്. തിയാഗോ സിൽവ ആയിരുന്നു ആ ടീമിന്റെ ക്യാപ്റ്റൻ. തിയാഗോ സിൽവയ്ക്ക് സസ്പെൻഷനോ മറ്റോ ഉണ്ട് സെമിഫൈനലിൽ. അതുകൊണ്ട് നെയ്മറിന്റെ മാത്രമല്ല, അവരുടെ പ്രതിരോധവും ഭയങ്കരമായിട്ട് ഒലിഞ്ഞു വന്നു. പിന്നെ ജർമ്മൻ ടീം ആ ടൂർണമെന്റിൽ ഏറ്റവും നല്ല ഗെയിം കളിച്ചത് ആ മത്സരത്തിലാണ്. അവര് ജർമ്മനി ജയൻ കില്ലേഴ്സ് ആണ് വേൾഡ് കപ്പിൽ എപ്പോഴും വലിയ. ഇപ്പൊ പ്രത്യേകിച്ച് അർജന്റീനയും ബ്രസീലും ഒക്കെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ജർമ്മനി വേറൊരു ജർമ്മനിയായി മാറും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു നിലയിലേക്ക് ജർമ്മനി ഉയരുകയും വളരെ പെട്ടെന്ന് വളരെ അനായാസമായിട്ട് ഗോൾ അവർ കണ്ടെത്തി, അത് ഗോളിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു 3-0 ഡൗൺ ആയതോടുകൂടി ബ്രസീൽ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായി. പിന്നീട് ഗാലറി വല്ല അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂയിലേക്ക് പോയില്ലേ. വെച്ചാൽ കാണികൾ പൊതുവെ ശാന്തരായി. ഹാഫ് ടൈമിന് ശേഷം കുറേ ആളുകൾ സ്റ്റേഡിയം വിട്ടുപോയി. അങ്ങനെ പക്ഷെ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മൾ അകത്തേക്ക് പോയ ആ നാടയായിരുന്നു. അത് തിരിച്ച് സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നമ്മളോട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് സൂക്ഷിച്ചു പോകണം, ശ്രദ്ധിച്ചു പോകണം, ചിലപ്പോൾ വയലൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ സ്ട്രീറ്റുകളിലൊന്നും ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. അതിലുള്ള വളരെ രസകരമായ ഒരു സംഗതി അവർക്കാണുള്ളത്. ഞങ്ങൾ പിറ്റേ ദിവസം സാവോപോളോയിലാണ് രണ്ടാമത്തെ സെമി, അർജന്റീന ഹോളണ്ട് സെമി. അപ്പോൾ അർജന്റീന ഹോളണ്ട് സെമിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ പക്ഷെ പുലർച്ചെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഈ ബെലോ ഹൊറിസോണ്ട എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ വളരെ വലിയ ആളുകളടക്കം നമ്മളെല്ലാവരും കിട്ടിയ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒതുങ്ങി രാത്രി മുഴുവൻ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ വളരെയധികം മദ്യപിച്ച ഒരു ആൾ ഈ നമ്മളെ റോഡിലൊക്കെ ട്രാഫിക്കിന് വയ്ക്കുന്ന കോൺ അതിങ്ങനെ എടുത്തു പിടിച്ചിങ്ങനെ വന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നു. നമ്മളിങ്ങനെ ഇത് ആരാണ് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ പകച്ച് നിൽക്കുമ്പോൾ അയാൾ നമ്മളോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞിങ്ങനെ ഇന്ത്യയിൽ നിന്നാണ്, വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വന്നവരാണെന്ന്. നമ്മൾ 3-4 ആളുകളുണ്ട്. അപ്പോൾ ഉള്ളു ഇത് ഫ്രെഡാണ്. ഫ്രെഡ് എന്ന് പറഞ്ഞിട്ട് ഹൾക്ക് എന്ന് പറയുന്നൊരു സ്ട്രൈക്കർ എന്നുണ്ടായിരുന്നു. പക്ഷെ മത്സരത്തിൽ തീരെ ഇത് ഹൾക്കാണ് എന്താ കഴിക്കുന്നത്, ഈ ട്രാഫിക് കോൺ കാണിച്ചിട്ടുണ്ട്, ഇവനെ വേണം നിങ്ങൾ എടുത്തോ ഇവനെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നേരെ നീട്ടുകയുണ്ടായി. അപ്പം അത്രയ്ക്ക് ആളുകൾ പെട്ടെന്ന് ഒരു ശ്മശാന മുഖതയിലേക്ക് മാധ്യമങ്ങൾ കണ്ടിരുന്നു. എങ്ങനെയാ അതാ പറഞ്ഞത്. അവര് പക്ഷെ ടീമിനെ ഒന്നും വളരെ കുറ്റം പറയാനൊന്നും നിന്നിട്ടില്ല. അവർ ഈ നെയ്മറുടെ പരിക്ക് അല്ലെങ്കിൽ ഈ ടീമിലുണ്ടായ ഇഷ്യൂസ് അല്ലാതെ ആ ഒരു അങ്ങനെ വലിയൊരു പോസ്റ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതെ, യഥാർത്ഥത്തിലായിരുന്നു. അവരുടെ മാനസികമായി ബ്രസീൽ ഭയങ്കരമായി തകർന്നു പോയ ആ ഒരു മത്സരത്തോടെ മാനസികമായി അവർ തകർന്നു എന്നുള്ളത് ഈ ഫൈനലിൽ അർജന്റീന എത്തുകയും കൂടെ ചെയ്തപ്പോൾ പിറ്റേന്ന് ഹോളണ്ടിനെ തോൽപ്പിക്കുന്നു, അർജന്റീന ഫൈനലിൽ കിടക്കുന്നു. കപ്പടിച്ചാൽ ഇതിന്റെ ഇരട്ടിയായിരിക്കും അവരുടെ ആഘാതം. അതെ, അന്ന് ഈ അർജന്റീന കപ്പടിക്കുന്ന ഫൈനലിന്റെ ദിവസം ഒരു ബ്രസീലുകാരൻ പോലും നമ്മൾ താമസിച്ച സ്ഥലത്ത് ഒരു ബ്രാസ് ദ പീഞ്ഞ എന്ന് പറഞ്ഞിട്ട് റിയോയിലെ ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചത്. അവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ ടാക്സി വിളിച്ച് മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് വേണം മാരക്കാനയിലേക്ക് മെട്രോ ട്രെയിൻ കയറി വേണം വരാൻ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അന്ന് നമ്മളുടെ മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറൊക്കെ അവിടെ നിന്ന് മത്സരം കാണാൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു സ്ഥലത്ത് എത്തേണ്ടതുകൊണ്ട് ഞാൻ പോവുകയും അവിടെ നിന്ന് റോഡ് വഴി നടന്നാണ് മാരക്കാനയിലേക്ക് വരാൻ പറ്റിയത്. മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റിയത്. റോഡ് മുഴുവൻ നീലയും വെള്ളയും. അത് നമുക്ക് ബ്രസീലാണെന്ന് തോന്നില്ല.
അത് ഈ ബ്രസീലിയൻ ആരാധകരാണോ അവർ? അല്ല, അർജന്റീന ആരാധകർ. അർജന്റീനയും ബ്രസീലും വളരെ അടുത്ത രാജ്യങ്ങളാണ്. എല്ലാ രാജ്യങ്ങളും അർജന്റീന, ബ്രസീൽ, ഉറുഗ്വേ ഒക്കെ വളരെ അടുത്ത രാജ്യങ്ങളാണ്. അപ്പോൾ ഈ റോഡ് നിറഞ്ഞ അർജന്റീന ബ്രസീൽ ആരാധകരെ പോലെ സൗമ്യരോ ഫുട്ബോൾ വിശ്വാസം അങ്ങനെയുള്ളവരൊന്നും. അർജന്റീന ആരാധകർ കുറച്ചൊരു ബ്രസീലിയൻ ആരാധകർ പൊതുവെ അങ്ങനെയാണ്. പൊതുവെ ബ്രസീൽ ആരാധകർ പൊതുവെ ഒരു മലയാളിത്തമുള്ള ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ എന്നൊക്കെ നമുക്ക് തോന്നാവുന്ന രീതിയിലുള്ള ആളുകളാണ്. നമ്മളുമായിട്ടുള്ള ശരീരഭാഷ കൊണ്ടും അല്ലെങ്കിൽ ഒരു ബോഡി സാമ്പത്തികമായിട്ടൊക്കെ ഒരേ ലെവലിൽ നിൽക്കുന്നത്. ഫുട്ബോളിൽ മാത്രമാണ് നമ്മൾ രണ്ട് തലത്തിൽ. പക്ഷെ അർജന്റീന കുറച്ചുകൂടെ പ്രശ്നമാണ്, ഒരു യൂറോപ്യനൈസ്ഡ് സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അങ്ങ് ആഘോഷം ഒരു അതിരുവിട്ട ആഘോഷമാണ്. ഇത് തിരിച്ചിട്ട് ബ്രസീലിന് ഒരു അർജന്റീനയാണ് അങ്ങ് തോന്നിട്ടിരുന്നെങ്കിൽ വലിയ കലാപമായിരുന്നു. അതെ, ഈ ബാഡ് മൂൺ റൈസിംഗ് എന്ന് പറയുന്ന അർജന്റീനയുടെ ഒരു ഫുട്ബോൾ ഗാനമുണ്ട്. ബാഡ് മൂൺ റൈസിംഗിൽ അവർ ലയണൽ മെസ്സിയെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഫൈനലിന് വേണ്ടി പാട്ട് തയ്യാറാക്കുകയും ആ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ അർജന്റീന ലയണൽ മെസ്സി മാരക്കാനയിൽ വേൾഡ് കപ്പ് വലിയ ആരായാലും വളരെ സ്വപ്നം. സ്വതവേ ഒരു അർജന്റീന ആരാധകൻ എന്നുള്ളതുകൊണ്ട് ഈ ആഘോഷത്തിൽ കൂട്ടിയേർന്നാണ് നമ്മളൊക്കെ സ്റ്റേഡിയത്തിൽ എത്തുന്നത്. പക്ഷെ ആ ഫൈനലും ഇതുപോലെ വലിയ ഞെട്ടുന്ന ഫൈനലായിരുന്നു. ഫൈനല് ആ ടൂർണമെന്റിൽ അർജന്റീന കളിച്ച ഏറ്റവും മികച്ച കളികളിലൊന്നായിരുന്നു. പക്ഷെ അതിൽ ആ ടീമിനകത്തുണ്ടായിരുന്ന അന്തഛിദ്രം ഭയങ്കര പ്രകടമായിരുന്നു. അതായത് ഒരു ഹാവിയർ മെഷറാനോ ഉണ്ടായിരുന്നു, മെസ്സി ഉണ്ടായിരുന്നു. പക്ഷെ കോച്ചുമായിട്ട് ഇവർക്ക് മെസ്സിയും കോച്ചും തമ്മിലുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടെന്ന് ആ സമയത്ത് തന്നെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമാണോ എന്നറിയില്ല. പക്ഷെ പലപ്പോഴും ഇപ്പോൾ ഹാഫ് ടൈമിലോ അല്ലെങ്കിൽ ഈ ബ്രേക്കുകളൊക്കെ വരുമ്പോൾ മഷറാനോയാണ് ഇതിലൊരു മീഡിയേറ്റർ കണ്ടിരുന്നത്. ആ സെമി ഫൈനലിലൊക്കെ അത് പ്രകടമായിട്ട് കാണാം. നല്ല പ്ലേ മേക്കറാണ്, ആണ് തീർച്ചയായും. പക്ഷെ ഫൈനലിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അത് മാറിയിട്ട് അർജന്റീന കുറച്ചുകൂടെ നല്ല ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ടീമായി മാറുകയും അത് കണ്ടാലറിയാം. അർജന്റീന ഗംഭീര കളിയാണ് കളിച്ചത്. അതിൽ ഒന്ന് രണ്ട് സ്ട്രൈക്കർ ഒന്ന് രണ്ട് ചാൻസ് കളഞ്ഞത് കൊണ്ടാണ് നമുക്കന്ന് ആ വേൾഡ് കപ്പിൽ അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് പോയത്. അല്ലെങ്കിൽ റെഗുലർ ടൈമിൽ അർജന്റീന ജയിക്കേണ്ട മത്സരമായിരുന്നു. ശരിക്കും അർജന്റീന ജയിക്കും എന്നിട്ട് വാർത്തയൊക്കെ എഴുതി വെച്ചത് ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതെ, അവസാന നിമിഷമാണ്, എക്സ്ട്രാ ടൈമിലല്ലേ പോകുന്നത്. തീർച്ചയായും 113-ാം മിനിറ്റിലാണ് ഗോഡ്സയുടെ വെടി പോലെയായിരുന്നു അത്. ഗാന്ധിജിയുടെ നെഞ്ചിലേറ്റ ഗോഡ്സയുടെ വെടി പോലെയായിരുന്നു പിന്നെ ഈ അർജന്റീനയുടെ നെഞ്ചിലേക്ക് വന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു മെസ്സി കരഞ്ഞിരിക്കുന്ന ചിത്രമൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അതെ അത് നമ്മൾ മീഡിയ സെന്ററിന് തൊട്ട് താഴെയാണ് ഈ വിക്ടറി സ്റ്റാൻഡും അല്ലെങ്കിൽ ഈ ട്രോഫി പ്രസന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഈ ഇന്റർനാഷണൽ ഏജൻസികളുടെ ഫോട്ടോയിൽ കാണുന്ന ആ മെസ്സി ഇങ്ങനെ വേൾഡ് കപ്പിന്റെ സൈഡിലൂടെ ടൂർണമെന്റിന്റെ മികച്ച താരത്തിനുള്ള ട്രോഫി വാങ്ങാൻ പോകുന്ന ഒരു ഇമേജ് ഉണ്ട്. അത് പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടാണ്. ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് കരയുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മറ്റൊരു മാധ്യമ പ്രവർത്തകൻ കടുത്ത ബ്രസീൽ ആരാധകനായിരുന്നു. ബ്രസീൽ തോറ്റെങ്കിലും ഇതിൽ എന്നോട് പകരം ചോദിക്കാൻ സാധിച്ചു എന്നുള്ള എന്നെ ഇങ്ങനെ പ്രകോപിപ്പിക്കുകയും ചെയ്തതോടുകൂടി നമ്മൾ ഒരു ഹൃദയം തകർന്ന അവസ്ഥയിലാണ് അത് നമ്മൾ തന്നെ കാണുന്നത്. പക്ഷെ അത് മെസ്സി ഒന്ന് കളി നിർത്തും വിരമിക്കുന്നൊക്കെയുള്ള റൂമറൊക്കെ ഒന്ന് വന്നിരുന്നു. അതെ, പിന്നെ പക്ഷെ അതേ മെസ്സിനെയാണ് 2022 ആകുമ്പോഴേക്ക് വേൾഡ് ചാമ്പ്യനായി. നേരത്തെ പറഞ്ഞ ആ ചിത്രത്തിന്റെ ഒരു 2016 കോപ്പ അമേരിക്ക തുടർച്ചയായി 2 കോപ്പ അമേരിക്ക ഫൈനലുകൾ ചിലിയോട് തോറ്റതോടുകൂടി മെസ്സി റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു. നേരത്തെ പറഞ്ഞ ജർമ്മനിയുടെ അങ്ങനത്തെ ഒരു ഗുണമുണ്ട് അല്ലെ, ഈ അവസാനം ഇങ്ങനത്തെ നിർണായക മത്സരങ്ങളിൽ ഉയർന്നു വരും. അവരുടെ ഒരു ജയൻ കില്ലിംഗ് സ്വഭാവം, അതിന്റെ ഏറ്റവും കടുത്ത ഇരകളാണ് അർജന്റീന എല്ലാ കാലത്തും. പിന്നെ അതിൽ ഇത് മാത്രമല്ല, കുറേ ടീമുകൾ അന്ന് നേരത്തെ പോയി. സ്പെയിൻ, ക്രൊയേഷ്യ, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, ഇവരൊക്കെ നേരത്തെ നോക്കൗട്ട് കാണാണ്ട് മടങ്ങിയവരല്ലോ, ഓർക്കുന്നില്ല. പിന്നെ കുറേ പരിഷ്കാരങ്ങൾ വന്നൊരു ലോകകപ്പ് കൂടിയാണ്. നമ്മുടെ ഗോൾ മറ്റേ സ്പ്രേ, അതൊക്കെ ഭയങ്കര തമാശകൾ. സ്പ്രേ ചെയ്ത ആളുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. സ്പ്രേ കണ്ടുപിടിച്ച ആളുമായിട്ട്. അത് എവിടുത്തുകാരനായിരുന്നു? അയാൾ മെക്സിക്കോയിൽ നിന്നുള്ള ഒരാളായിരുന്നു. അയാൾക്ക് പക്ഷേ ഈ സ്പാനിഷ് ലാംഗ്വേജ് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ അന്ന് ഈ ഗൂഗിൾ ട്രാൻസ്ലേഷനൊക്കെ തുടങ്ങിയ അല്ലെങ്കിൽ പ്രചാരത്തിലായി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്പാനിഷിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ അതുമായിട്ട് അഭിമുഖം നടത്തി നമ്മളത് നമ്മുടെ ഡയറിയിലൊന്ന് കൊടുക്കുകയും ചെയ്തു. വാനിഷിംഗ് സ്പ്രേയുടെ ബാർബർ ഷോപ്പിലെ മറ്റേ ക്രീം പോലെ നമുക്ക് തോന്നി. അതൊക്കെ കുറേ തമാശകളായിരുന്നു. പക്ഷെ പിന്നീട് അത് ഉപയോഗിച്ചില്ല അല്ലേ? ആ ലോകകപ്പിന് ശേഷം ഒരുപാട് കളികൾ ഇപ്പൊ ഇല്ലല്ലോ, ഉപയോഗിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഗോൾ ലൈൻ ടെക്നോളജി വന്നതും ആ സമയത്തല്ലേ. പക്ഷെ വാറൊന്നും അങ്ങനെ അത്ര ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമ്മൾ നെയ്മറുടെ പരിക്ക് പറഞ്ഞ പോലെ വലിയ ചർച്ചാ വിഷയമായ സംഗതിയായിരുന്നു സുവാരസിന്റെ കടി. നമ്മുടെ മാതൃഭൂമിയിലെ ആൻഫീൽഡിലെ നരഭൂജി എന്ന് പറഞ്ഞിട്ട് ലേഖനമൊക്കെ കൊടുത്തിരുന്നു. അത് ഓർക്കുന്നുണ്ടോ ആ ചെലിനിയുടെ കടി? ശരിക്കും സുവാരസ് എല്ലാ വേൾഡ് കപ്പിലും അങ്ങനെ വളരെ ഒരു വിവാദങ്ങളിലൂടെ വരുന്ന ഒരാളാണ്. നല്ല പ്ലെയർ ആണെങ്കിലും പ്രശസ്തിയേക്കാൾ കുപ്രസിദ്ധിയാണ്. ആ ഗാനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ
പന്ത് തടഞ്ഞ penalty. തടയുകയും അങ്ങനെയാണ് സെമിയിലേക്ക് ആ വേൾഡ് കപ്പിൽ അവർ എത്തുന്നത്. അപ്പൊ ശരിക്കും അതിനെ ന്യായീകരിച്ചു, അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. അങ്ങനെ ചില വില്ലനിസങ്ങളിലൂടെയാണ് സുവാരസ് വന്നിട്ടുള്ളത്. അതുപോലെയാണ് ഇറ്റലിക്കെതിരായ മത്സരം നമ്മൾ കണ്ടിട്ടില്ല, ഞങ്ങൾ ടി വി കാണുന്ന സമയത്ത് ഞങ്ങൾ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നീടാണ് അത് പിന്നെ റീപ്ലേയിലെ മറ്റാണ് അത് കടിച്ച കാര്യം. നമ്മളൊക്കെ പക്ഷെ അത് നമുക്ക് ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് മീഡിയ ഇതിലിരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവണമെന്നില്ല. പക്ഷെ നമ്മളൊക്കെ റീപ്ലേയിലാണ് അത് മനസ്സിലാക്കുകയും അപ്പോൾ ഈ ഒരു ഉറുഗ്വേയിൽ നിന്നുള്ളൊരു റേഡിയോ കമൻറ്റേറ്ററായിട്ട് നമ്മൾ ഇങ്ങനെ മീഡിയ റൂമുകളുണ്ട് വേൾഡ് കപ്പിൽ, സ്റ്റേഡിയങ്ങൾ വരെ, അവിടെയാണ് ഈ റേഡിയോ കമൻറ്റേറ്റേഴ്സ് ഇരിക്കുകയും അവർ കളി കണ്ടിട്ട് കമൻട്രി ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഉറുഗ്വേയിൽ നിന്ന് വന്നിട്ടുള്ള ഈ സുവാരസിൻ്റെ ഒക്കെ ഒരു മെൻറ്ററായിട്ടുള്ള ഒരു റേഡിയോ കമൻറ്റേറ്റർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹവുമായി അന്ന് സംസാരിക്കുകയുണ്ടായി. അപ്പം സുവാരസിനെ അങ്ങേരെ അദ്ദേഹം ആ രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു ഭയങ്കര ഈ ആളുകളെ ഇങ്ങനെ ഈ ആളുകൾക്കിടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുരുത്തംകെട്ടയാൾ എന്നുള്ള ആ രീതിയിലായിരുന്നു. പക്ഷെ വളരെ അയാളുടെ പ്രതിഭയെ പറ്റി ഇയാൾക്ക് നല്ല മതിപ്പുമാണ്. സുവാരസിൻ്റെ ഗോള് ഇയാൾ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര, അന്ന് ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നു. ടി വിയിലൊക്കെ വളരെ ഇയാളുടെ ഈ റേഡിയോ കമൻട്രിയിലൊക്കെ ഇയാളുടെ ഈ ഗോൾ എന്നുള്ള ഇത് അത് 2 മിനിറ്റോളം ഒക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കും. മലയാളികൾ ശരിക്കും ആ കടി നന്നായിട്ട് ആഘോഷിച്ചു. ചായയും 2 സുവാരസ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മളതാക്കി മാറ്റിക്കളഞ്ഞത്. 86 ലോകകപ്പാണ് നമ്മൾ ഇന്ത്യക്കാർ ആദ്യമായിട്ട് കണ്ടത്, മലയാളികളൊക്കെ ആദ്യമായിട്ട് കണ്ടത്. അതിൽ എന്താ പറയുക, ജർമ്മനി അർജന്റീന ഫൈനലായിരുന്നു. അതിൽ ജർമ്മനിയെ തോൽപ്പിച്ച് അർജന്റീന ചാമ്പ്യന്മാരായി. അതിന് പിറ്റേത്തെ വർഷം 90 ജർമ്മനി അത് തിരിച്ചടിച്ചു. അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് 2014 ജർമ്മനി വീണ്ടും കിരീടം നേടുന്നത്, അതും അർജന്റീന അതേ സമാനമായ സ്കോറിന് തന്നെ. ശരിക്കും ടൂർണമെന്റിൽ ഉടനീളം നല്ല ഫോമിലായിരുന്നു ജർമ്മനി. പോർച്ചുഗലിനൊക്കെ അവർ തോൽപ്പിച്ചിരിക്കുന്നത് 4-0, ബ്രസീലിനെ 7-1 തോൽപ്പിച്ചു. എങ്ങനെയായിരുന്നു ജർമ്മനിയുടെ ഒരു കളി ആ ടൂർണമെന്റിലുടനീളം? ജർമ്മനി ആ ടൂർണമെന്റിൽ എനിക്ക് തോന്നുന്നു അൾജീരിയക്കെതിരെ മാത്രമാണ് ഒന്ന് ക്വാർട്ടർ ഫൈനലാണെന്ന് എനിക്ക് തോന്നുന്നു. പോർട്ടോ അലഗ്രയിൽ നടന്ന, അതായത് ഉറുഗ്വേയുടെ ഒരു അതിർത്തി ഉള്ള ഒരു സ്ഥലമാണ്. ബ്രസീലിൻ്റെ മറ്റു സ്ഥലങ്ങളെല്ലാം നമ്മുടെ കേരളത്തിലെ പോലെ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ പോർട്ടോ അലഗ്രെ ഈ പറഞ്ഞ കാശ്മീർ പോലെ മഞ്ഞ് പെയ്യുന്ന വളരെ തണുപ്പുള്ളൊരു ഉറുഗ്വേയുടെ അടുത്ത സ്ഥലമാണ്. അവിടെയായിരുന്നു ആ മത്സരം. അൾജീരിയ ആയിരുന്നു എതിരാളി എന്ന് തോന്നുന്നു. ആ മത്സരത്തിൽ മാത്രമാണ് ജർമ്മനി ഒരു കടുത്ത ഫൈറ്റ് ആ ടൂർണമെൻറ്റിൽ നേരിടേണ്ടി വന്നത്. പിന്നെ ഫൈനലിൽ അർജൻറ്റീനയ്ക്കെതിരെ. അപ്പോൾ ജർമ്മനി ഈ പറയുന്ന നമ്മൾ അർജൻറ്റീനയായിട്ടുള്ള ജർമ്മനിയുടെ ഒരു വൈരം തന്നെ ഭയങ്കരമാണല്ലോ. 86 അർജൻറ്റീന ജയിക്കുന്നു, 90 ജർമ്മനി ജയിക്കുന്നു. അതിനിടയ്ക്ക് 2006 2010 ജർമ്മനിയാണ് അർജന്റീനയുടെ വഴി മുടക്കുന്നത്. വലിയ ഹ്യൂജ് മാർജിൻ 4-0 മാർജിനിൽ. അങ്ങനെ ജർമ്മനിയും അർജന്റീനയും തമ്മിൽ യഥാർത്ഥത്തിൽ ലോകകപ്പില് ബ്രസീലിനോടല്ല അർജന്റീനയ്ക്ക് വൈരം, ജർമ്മനിയോടാണ്. അർജന്റീനയുടെ വഴി മുടക്കി അർജന്റീന തമ്മിൽ രാജ്യങ്ങൾ തമ്മിൽ ശത്രുത വേറെ ഫുട്ബോൾ വൈരം മാത്രം. അതെ. അപ്പോൾ ഈ ആ ഒരു അത്രയും മികച്ച ഫോമിലാണ് ജർമ്മനി ആ ടൂർണമെന്റ് വന്നത്. മിറോസ്ലാവ് ക്ലോസയൊക്കെ ഗംഭീര അപാര ഫോമിൽ കളിച്ച ടൂർണമെന്റാണത്. അവർക്ക് നല്ല മുന്നേറ്റം നിര ഡിഫൻസിൽ ഫിലിപ്പ് ലാമിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻഡേഴ്സ്, അങ്ങനെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ ഉള്ളൊരു യൂറോപ്യനിലെ ഏറ്റവും നല്ല കെട്ടുറപ്പുള്ള ടീമായിട്ട് ആ ടൂർണമെന്റിൽ വന്നവരാണ്. അവർക്ക് ഈ ക്വാർട്ടർ ഫൈനലിൽ മാത്രമാണ് കുറച്ച് ഒരു കഷ്ടപ്പാടുണ്ടായത്. പിന്നെ ആ ടൂർണമെന്റിൽ വന്ന ഒരു പ്രധാന താരമായിട്ട് നമ്മൾ എടുത്തു വേണ്ടത് കെയ്ലർ നവാസ് എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ. കോസ്റ്റാറിക്കയുടെ വരവ് ഭയങ്കര രസമുള്ളൊരു വരവായിരുന്നു. ഈ കെയ്ലർ നവാസിനെ നേരിട്ട് കാണാനൊക്കെ ഉള്ളൊരു ഇതുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പെലെയുടെ ഒരു മ്യൂസിയം അവിടെ സാന്റോസിലെ തുറമുഖ ഗോഡൌണിൽ ഉദ്ഘാടനം ചെയ്ത സംഭവമുണ്ട്. അപ്പോൾ അന്ന് കോസ്റ്റാറിക്ക സാവപ്പോളയിലും പിറ്റേ ദിവസം പ്രീ ക്വാർട്ടറാണെന്ന് തോന്നുന്നു, ക്വാർട്ടറാണ് ആ മത്സരം കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തലേന്ന് ഈ ടീം ഈ മ്യൂസിയം കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള മറ്റൊരു മാധ്യമപ്രവർത്തനം കൂടെയാണ് അവിടെ എത്തിയത്. അപ്പം അദ്ദേഹത്തിന് ഇത് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഞങ്ങൾക്ക് 2 പേർക്കും പാസ്സില്ല, അപ്പോൾ അതിന് പ്രത്യേകം പാസ് എടുക്കണമായിരുന്നു. അപ്പോൾ ആ പാസ് എടുത്തിട്ട് നമ്മൾ അറിഞ്ഞ് അവിടെ എത്തിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാബ് എൻ്റെ കയ്യിൽ തന്നിട്ട് നിങ്ങളിതിൽ ഷൂട്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവർ ഈ സെക്യൂരിറ്റി ഗാർഡ് ഞങ്ങളെ 2 പേരും നടന്നു പറഞ്ഞു, ക്യാമറ ഉള്ളവരെ മാത്രമേ അകത്തോട്ട് കടത്തി വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ അകത്തോട്ട് കടത്തി വിടുകയും അയാളെ പുറത്ത് നിർത്തുകയും, നവാസല്ല ഈ ചെന്നൈയിൽ നിന്ന് വന്ന മാധ്യമപ്രവർത്തകനെ പുറത്ത് നിർത്തുകയും. അയാളുടെ ക്യാമറ ഇല്ല, അയാൾ എഴുതാനുള്ളൂ. റിപ്പോർട്ടേഴ്സിന് പ്രവേശനമില്ല, ഓൺലി ക്യാമറാമാൻ. അപ്പം ഈ അകത്ത് കയറിയപ്പോൾ ഈ കോസ്റ്റാറിക്കൻ ടീം അവിടെ ഉണ്ട്. ഈ നവാസ് എല്ലാവരെയും കാണാനും നമുക്ക് അവരുടെ ഭാഷയൊന്നും ഇതല്ല, അവരോട് സംസാരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവരുമായ പ്രൊട്ടക്ഷനിലാണ്. പക്ഷേ എങ്കിലും ആ ഒരു വേൾഡ് കപ്പ് ടീമിനെ അന്ന് ഏറ്റവും അധികം വാർത്തയിൽ സജീവമായി നിന്ന ആ ഒരു ടീമായിരുന്നു അവർ. ആ ടീമിനെ അടുത്ത് കാണാനും അവരുമായിട്ടൊന്ന്
ജസ്റ്റ് ഒന്ന് ഇടപഴകാനും സാധിച്ചത് ഒരു വലിയൊരു അല്ലെ അനുഭവം. കാണാൻ പോകുന്ന പ്രിവിലേജുകളിൽ അതൊക്കെയാണല്ലോ. അതെ അതെ. നമ്മൾ ടി വി കാണുമ്പോൾ നമുക്ക് ഇതൊന്നുമില്ല, നമ്മൾ ആ ചെറിയൊരു ചതുരത്തിൽ നടക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ വേൾഡ് കപ്പിൽ നമുക്ക് നമ്മളുടെ കളി കാണുന്നതല്ല മാത്രമല്ല, വേൾഡ് കപ്പിൽ ഇപ്പോൾ പ്രസ് കോൺഫറൻസുകൾ ഉണ്ടാവും, അതുപോലെ മിക്സഡ് സോൺ എന്നുണ്ട്, ഈ കളിക്കാർ പുറത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അത് ഈ റേഡിയോ ജേർണലിസ്റ്റുകൾക്കുള്ള അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഈ പൊതുവെ നമ്മുടെ പുറത്ത് ഈ വേൾഡ് കപ്പ് പോലുള്ള വലിയ ഇവൻറ്റുകളിൽ റേഡിയോ ജേർണലിസം ഭയങ്കരമാണ് നമ്മുടെ ഇവിടുത്തേക്ക് അടക്കം. ഇപ്പം നമുക്കിവിടെ ക്ലബ്ബ് FM-കളൊക്കെ ഉണ്ടെങ്കിലും അവിടെ നമ്മൾ ഫുട്ബോളൊക്കെ കേട്ട് തുടങ്ങുക ഇപ്പോഴും ഭയങ്കര സജീവമാണ് പല രാജ്യങ്ങളിലും. ഇപ്പം ഈ റേഡിയോ ജേർണലിസ്റ്റുകൾ, അതായത് ആ ഈ ടീമിൻ്റെ നാട്ടിൽ നിന്നുള്ള റേഡിയോ ജേർണലിസ്റ്റുകൾക്ക് ഇവരുടെ സൗണ്ട് ബൈറ്റ്സ് എടുക്കാനുള്ള ഒരു ഏരിയയാണ് ഈ മിക്സഡ് സോൺ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ പോയി അവിടത്തേക്ക് പാസ് കിട്ടിയാൽ നമുക്ക് വളരെ ഈ താരങ്ങളെ വളരെ അടുത്ത് കാണാനും അവരോട് പറ്റിയാലെന്ന് പറഞ്ഞ പേര് വിളിച്ചാൽ അവർ ഹായ് ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് അവർ പാസ് ചെയ്ത് പോകുമ്പോഴായിരിക്കും. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലെയൊന്നും ചിലപ്പോൾ തരപ്പെടണമെന്നില്ല, പക്ഷേ എങ്കിലും ഒരു 1-on-1 ഒക്കെ ഒരു ചോദ്യത്തിനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഈ താരങ്ങളെ കാണാം. ഈ ജർമ്മൻ ടീമിനെ ഈ അൾജീരിയക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം മിക്സഡ് സോണിൽ വെച്ച് കാണാനും ഫിലിപ്പ് ലാമുമായിട്ട് ഹായ് എന്ന് പറയാനുള്ള ഒരു അവസരം. അതെ, നമ്മൾ നെഞ്ചിലേറ്റി നടക്കുന്ന ആളുടെ ഫിലിപ്പ് ലാം വേൾഡ് കപ്പ് ആ കൊല്ലം നേടുകയും. അതെ അതെ. അതായത് നമ്മൾ കണ്ടത് മെക്സിക്കോ ലോകകപ്പാണ്, പിന്നെയും ലോകകപ്പ് വീണ്ടും കറങ്ങി മെക്സിക്കോയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ അത്ഭുതങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അതെ തീർച്ചയായും.